ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പശുവിനെ കറക്കുമ്പോൾ പ്രധാനമായിട്ടും 3 രീതിയിൽ നമുക്ക് പശുവിനെ കറക്കാം. ഒന്ന് സ്ട്രിപ്പിംഗ് എന്ന് പറയും, 2 നെക്ലിംഗ് എന്ന് പറയും, 3 ഫുൾ ഹാൻഡ് എന്ന് പറയും. അങ്ങനെ 3 രീതിയിൽ നമുക്ക് പശുക്കളെ കറക്കാൻ പറ്റും. അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഫുൾ ഹാൻഡ് എന്ന് നോക്കിയാൽ, ഫുൾ ഹാൻഡ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കൈക്കകത്തിൽ വിരലും കൈപ്പത്തി ഉപയോഗിച്ചുകൊണ്ട് പശുവിനെ കറക്കുന്ന രീതിയാണ് ഫുൾ ഹാൻഡ്. ഇതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ പശുവിനെ കറക്കുന്ന ഒരു രീതിയാണ് ഫുൾ ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നെക്ലിംഗ് എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. അത് നമ്മുടെ ഈ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിലാണ് ഞാനത് കൂടുതൽ കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട് വിട്ടിട്ട് അങ്ങനെ അധികം കറവക്കാരിലൊന്നും അത് കണ്ടിട്ടില്ല. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വിരലിങ്ങനെ മടക്കി പിടിക്കും. ഇത് കണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഈ വിരൽ കൊണ്ട് അമക്കി കൊടുക്കും. എനിക്കത് വരുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ഈ വിരൽ കൊണ്ട് അമക്കി കൊടുക്കും. ഇപ്പോൾ ഇവിടുത്തെ കറവക്കാരിലൊക്കെ ഈ ഭാഗത്തൊരു ഈ 2 കൈയുടെ ഈ ഭാഗത്ത് തഴമുണ്ടാവും. ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ അമക്കും. ഇത് കണ്ടോ പാല് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ വിരൽ വെച്ച് അമക്കുന്നത് ഇതിൻ്റെ കാമ്പ് കംപ്ലൈൻ്റ് ആക്കും. ഇതിങ്ങനെ ഞെക്കി ഇതിൻ്റെ കാമ്പ് കംപ്ലൈൻറ്റ് ആകാൻ സാധ്യതയുണ്ട്. അകിട് കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യത ഈ നെക്ലിംഗ് എന്ന് പറഞ്ഞ രീതിക്കുണ്ട്. അതേപോലെ പിന്നെ വരുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പിംഗ് ആണ്. സ്ട്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാമ്പിനെ ഇതിങ്ങനെ വിരലുകൊണ്ട് പിടിച്ച് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഞെക്കി വിടുക. ഇത് കണ്ടോ, ഇങ്ങനെ വിടുക. കണ്ടോ, അത് സാധാരണ ഈ സ്ട്രിപ്പിംഗ് രീതി എന്ന് പറഞ്ഞാൽ ഈ കറവയെല്ലാം കഴിയുമ്പോൾ വലിച്ചു വിടാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ചിലർ കറക്കുന്നതേ അങ്ങനെയാണ്. ഇങ്ങനെ താഴേക്ക് വലിച്ച് ഇറക്കിയാണ് കറക്കുന്നത്. ഇതിനകത്തിൽ ഈ 3 രീതിയിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ലത് നമ്മുടെ ഫുൾ ഹാൻഡ് തന്നെയാണ്. ഇങ്ങനെ പ്രസ് ചെയ്ത് പാലിറക്കി വിടുന്നതാണ്. ഇതാകുമ്പോൾ ഒരു സാധനവും കാമ്പ് കംപ്ലൈൻ്റ് ആവില്ല എന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. അങ്ങനെ ആ ഒരു രീതിയാണ് ഏറ്റവും നല്ലത് എന്നാണ് എല്ലാവരും പറയുന്നത്. പഠനങ്ങളെല്ലാം പറയുന്നത് ഈ ഒരു രീതിയാണ് ഏറ്റവും നല്ലതാണെന്നാണ്. ഇതിനകത്തിൽ അപകടകരമായ രീതിയിലുള്ള കറവ എന്ന് പറയുന്നത് നെക്ലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ പറയുക, നിങ്ങൾ ഏത് രീതിയിലാണ് കറക്കുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അകത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അങ്ങനെയാണ്. ഇന്നിപ്പോൾ നമ്മുടെ പശു പ്രസവിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. കൃത്യം 1ാമത്തെ മാസം ആയപ്പോൾ തന്നെ ആൾ ഹീറ്റ് കാണിച്ചു. പശുവിൻ്റെ ഹീറ്റ് കാണിച്ചത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ആൾ 1ാം മാസം ആയപ്പോഴേക്കും മിടുക്കിയായിട്ട് ഹീറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 1.5 മാസം ആയപ്പോഴാണ് ഹീറ്റ് കാണിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം കൃത്യം 1 മാസം ആയപ്പോൾ തന്നെ ഹീറ്റ് കാണിച്ചു. എന്തായാലും ഇപ്പോഴേ കുത്തിവെക്കുന്നില്ല. ഒരു 4 മാസം ആയിട്ട്, 4 മാസം കഴിഞ്ഞിട്ട് എന്തായാലും ഈ പ്രാവശ്യം കുത്തിവെക്കുന്നുള്ളൂ. പിന്നെ ഈ പ്രാവശ്യം എന്തെങ്കിലും നല്ലൊരു സമയം കുത്തണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തേത് മൂരിയായിപ്പോയില്ലേ. അവനിവിടെ നിൽപ്പുണ്ട്. അവൻ്റെ വീഡിയോ അടുത്ത ദിവസം കാണിക്കാം. അവൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ തന്നെ ഇനിയും കുത്തുന്നത് ഒരു നല്ല സമയം ഏതെങ്കിലും കുത്തണം. സെക്സ് ഔട്ടഡ് അടിക്കാനൊരു ഇഷ്ടമില്ല. അതുകൊണ്ട് സെക്സ് ഔട്ടഡ് ഇതുവരെ നമ്മുടെ ഒന്നിനും അടിച്ചിട്ടില്ല. തന്നെ ഉണ്ടായി വരുന്നത് മതി എന്ന് വിചാരിച്ചു. കാര്യം ഇത്രയും പശുവല്ലേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പശുക്കിടാവൊക്കെ ഒരു വർഷം വന്നു കഴിഞ്ഞാൽ വളർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. വളർത്തിയാലും ഒരു വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ ഒരു പശുവിൻ്റെ തീറ്റ തന്നെ കിടാവിന് വേണം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത്രയും തീറ്റയൊക്കെ കൊടുത്ത് വളർത്തുമ്പോഴേക്കും ആ സമയത്ത് നമുക്കത് വലിയ ബാധ്യതയായി പോകും. അപ്പോൾ അതുകൊണ്ട് വർഷത്തിൽ ഏതിൻ്റെയാണോ കിട്ടുന്നത് ആ ഒരു പശുക്കിടാവിനെ വളർത്താമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഭാവിയിലേക്കൊക്കെ സെക്സ് ഔട്ടഡൊക്കെ അടിക്കാം. ഇപ്പോൾ ധൃതി പിടിച്ച് സെക്സ് ഔട്ടഡൊക്കെ അടിച്ച് പശുക്കിടാവ് ആവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. ഇന്നത്തെ ചെറിയൊരു അറിവാണ്. ഇന്നത്തെ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പശുവിനെ വളർത്തുന്നവർക്കൊക്കെ ഇതൊക്കെ അറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കറവ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ ഒരു സുഹൃത്താണ് ഇങ്ങനെയൊക്കെ കറവയ്ക്ക് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കത് പുതിയ അറിവായിരുന്നു. സ്ട്രിപ്പിങ്ങും നെക്ലിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ഹാൻഡും ഒക്കെ എൻ്റെ പുതിയ അറിവുകളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്കും ഷെയർ ചെയ്യണം. നിങ്ങൾക്കും ചിലർക്കൊക്കെ അത് പുതിയ അറിവായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന്
എനിക്ക് തോന്നി. എന്തായാലും എൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ കറവ നല്ല രീതിയാണ്, ഫുൾ ഹാൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സന്തോഷം വേറെ. ഞാൻ കറവ് പഠിച്ചത് എങ്ങനെയാണെന്ന് പറയട്ടെ. ഞാൻ കറവ് പഠിച്ചത് ഇവിടെ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ വിറകിടാൻ വേണ്ടി പണിഞ്ഞതാണ്, പശുവിനെ വളർത്താൻ പണിഞ്ഞതല്ല. അപ്പം നമ്മുടെ ഈ നാട്ടിൽ അന്ന് ഈ ഞങ്ങളുടെ വീടൊക്കെ വെക്കുന്ന സമയത്ത് ഒരു തൊഴുത്ത് എല്ലാ വീട്ടിലും ഉണ്ടാവും. നോർമലി പണ്ടൊക്കെ പശുവിനെ വളർത്തിയിരുന്നു. ഇപ്പോൾ എല്ലാവരും വിറക് ഉറക്കി വെക്കാൻ വേണ്ടിയാണ് തൊഴുത്തുണ്ടാക്കുന്നത്. ഇപ്പോൾ അത് തൊഴുത്തായിട്ട് പണിയത്തില്ല, ഷെഡായിട്ട് പണിഞ്ഞ് വിറകൊക്കെ വെക്കാനായിട്ട് ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ തൊഴുത്തിൽ ആദ്യമായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് ഒരു ഇടക്കറവ പശുവിനായിരുന്നു. ഒരു 3-2 പാലുള്ള ഒരു 5 ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടുന്ന ഒരു ഇടക്കറവ പശുവായിരുന്നു. കാമ്പ് ഇത്രേ ഉള്ളൂ, ഇത്ര വലിപ്പം. അതിലാണ് കറവ പഠിച്ചത്. പക്ഷെ പാവം പശുവായിരുന്നു, നിന്ന് തരുമായിരുന്നു. ഈ 3 ലിറ്റർ പാല് കറക്കാൻ എനിക്ക് ഒരുപാട് സമയം എടുക്കുമായിരുന്നു. പക്ഷേ ആ പശു ക്ഷമയോടെ കാത്തിരിക്കും. അങ്ങനെയാണ് കറവ പഠിച്ചത്. അപ്പോൾ അന്ന് കറവ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ് ഇങ്ങനെ വിരൽ മടക്കി വെച്ച് പിടിക്കാനുള്ള കാമ്പില്ല, ഇത്രയുള്ള കുഞ്ഞു കാമ്പാണ്. ഇങ്ങനെ പിടിച്ച് ഇത് കുത്താനുള്ള ഒരു കാമ്പിന് നീളമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ഈ വിരൽ വെച്ച് അമക്കിയാണ് അന്ന് ആ കുഞ്ഞു പശുവിനെ കറന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കറവ ഇങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഈ ഏരിയയിൽ എല്ലാവരും വിരൽ മടക്കി വെച്ചിട്ടാണ് കറക്കുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ കറക്കേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെ കറന്ന് ശീലമായി ആ ഒരു പശുവിനെ കറന്നിട്ട്. അതിൽ പിന്നെ ഞാൻ എല്ലാ പശുക്കളെയും ഇങ്ങനെയാണ് കറക്കുന്നത്. ഇത് കണ്ട, ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സ്ട്രിപ്പിങ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുത്ത് സ്ട്രിപ്പിങ് മെത്തേഡിൽ നമുക്കിങ്ങനെ വലിച്ചെടുത്ത് വിടാം. ഇപ്പോൾ ഇയാളുടെ ഏകദേശം പാല് തീർന്നു കണ്ടോ. മേളിൽ നിന്ന് വലിച്ചുകൊണ്ട് വന്നിട്ട് താഴേക്ക് അമക്കി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.